ബലാത്സംഗ കേസിൽ രാഹുൽ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അഭിഭാഷകനാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി. ഷബ്ന, ആദ്യ കേസിൽ ഒരു ചെറിയ ആശ്വാസം ലഭിച്ചു. ഇതാ രണ്ടാം കേസിലും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അഖില, തീർച്ചയായും. കാരണം തിരക്കിട്ട നീക്കം തന്നെയാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒന്നാമത്തെ കേസിൽ പോലീസിന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് രാഹുലിന് ലഭിച്ചു. പോലീസിന് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉടൻ തന്നെ രണ്ടാമത്തെ കേസിൽ മറ്റ് നടപടികൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിക്ക് മുമ്പാകെ കോടതിക്ക് മുമ്പാകെ ആദ്യഘട്ടത്തിൽ എത്തിയിട്ടുള്ളത് ഈ ഒന്നാമത്തെ കേസ് മാത്രമാണ്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമുണ്ടായി. പക്ഷേ അതിവേഗത്തിൽ തന്നെ രാഹുൽ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തി. അറസ്റ്റ് തടയണം എന്നൊരാവശ്യമാണ് ആദ്യം ഉന്നയിക്കുന്നത്. അത്തരത്തിലൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. അതിനുള്ള ഹർജി ഫയൽ ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ കോടതിയിൽ അത് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ നിയമപരമായ നീക്കം നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യണം എന്നൊരാവശ്യം ഒരു തരത്തിലും ഉന്നയിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം ആർക്കും ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ, ആ രീതിയിൽ വായടപ്പിക്കുന്ന രീതിയിലുള്ള നിയമപരമായ നീക്കം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും രണ്ടാമത്തെ കേസിലും സെഷൻസ് കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കോടതികൾ പറഞ്ഞാലേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ പന്ത് കോടതിയുടെ കോർട്ടിലേക്ക് ഇടുക എന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പോലീസിന് ഇനി കുറ്റം പറയാനോ അല്ലെങ്കിൽ പോലീസ് നിസ്സംഗത പാലിച്ചു എന്ന് പറയാനോ സാധിക്കാത്ത രീതിയിൽ രണ്ട് രീതിയിൽ, അതായത് രാഹുലിനെ സംബന്ധിച്ചും അത് വളരെ ആശ്വാസം, തന്ത്രപരമായ നീക്കം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ ജാമ്യാപേക്ഷയും നൽകിയിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ അറസ്റ്റ് തടയരുത് എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അറസ്റ്റ് തടയണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ഈ അറസ്റ്റ് തടയണം എന്ന ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ്. നമുക്കറിയാം, ഈ കേസിൻ്റെ ആദ്യത്തെ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം ഫയൽ ചെയ്തത്. പക്ഷേ സെഷൻസ് കോടതി അത് തള്ളിയിരുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ ഇത്തരത്തിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് തള്ളിക്കളഞ്ഞാണ് മുൻകൂർ ജാമ്യം തള്ളിയിരുന്നത്. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞ് ഉത്തരവിട്ടിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് ഈ ഉത്തരവ് വന്ന അതേ സമയം, ആ സമാനമായ സമയത്ത് തന്നെ വളരെ തന്ത്രപൂർവ്വം രണ്ടാമത്തെ കേസിലും ഈ മുൻകൂർ ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിച്ചു. ഈ അറസ്റ്റ് തടയണം, രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ രണ്ട് കേസുകളും കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കേസ് നമുക്കറിയാം, ഈ പെൺകുട്ടി പരാതിക്കാരിയുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് മറ്റൊന്ന്, ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും കേസിൽ FIR രജിസ്റ്റർ ചെയ്താൽ, ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസിൽ FIR രജിസ്റ്റർ ചെയ്താൽ പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി തടസ്സമില്ല.